പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അവന്തികയുടെ ഉദ്ദേശം എന്താണെന്നുള്ള ആ ഒരു രഹസ്യം, വലിയൊരു രഹസ്യം നമ്മുടെ ആദർശ് മനസ്സിലാക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് സ്റ്റോറിയിലേക്ക് വരാം. അങ്ങനെ അവന്തിക നമ്മുടെ AN ജ്വല്ലറിക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു കാര്യം ആദർശ് മനസ്സിലാക്കുകയാണ് കേട്ടോ. അവൾ എന്തിനാണ് AN ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്ന് ഫോണിലൂടെ പറഞ്ഞതെന്ന് എത്ര ആലോചിച്ചിട്ടും ആദർശിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആദർശ് നമ്മുടെ അവന്തികയെ ഫോളോ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവന്തിക ഒരു കാർ വന്ന് നിർത്തുന്നു. ആ കാറിൽ കയറി അവന്തിക പോവാണ് കേട്ടോ. അപ്പോൾ അതിന് പുറകെ ആദർശ് വെച്ച് പിടിക്കുകയാണ്. അവന്തിക ആരുടെ കാറാണ്? നമ്മുടെ അനന്തപുരി തറവാട്ടിലെ കാറൊന്നുമല്ല അവളെ വന്ന് വിളിച്ചിരിക്കുന്നത്. വേറെ ഏതോ ഒരു കാറാണ്, പരിചയമില്ലാത്തൊരു കാറാണ്. അവൾ ആ കാറിൽ കയറി പോയിരിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് അവൾക്ക് പുറകെ പോകാനുണ്ട്, ആ കാറിന് പുറകെ പോകാനുണ്ട്. അങ്ങനെ ആ കാർ ചെന്ന് നിൽക്കുന്നത് ഒരു ബീച്ചിലാണ് കേട്ടോ. അങ്ങനെ അവൾ കുറേ നേരം കൊണ്ട് ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് ആദർശിന് മനസ്സിലായി. അങ്ങനെ ആദർശ് മറഞ്ഞു നിന്ന് അവളെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവനിങ്ങനെ പറയുന്നുണ്ട്, ഇനി ഇവൾക്ക് വല്ല ബോയ് ഫ്രണ്ട് വല്ലതും ഉണ്ടോ? ഇനി അവളുടെ ബോയ് ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്താണോ അവൾ നിൽക്കുന്നത് എന്നുള്ളൊരു സംശയത്തിലൊക്കെയാണ് കേട്ടോ ആദർശ് അങ്ങനെ അവളെ നോക്കി അങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഒടുവിൽ ആ ഒരാളെ ഇങ്ങനെ അവളുടെ അടുത്തേക്ക് വരുന്നത് കണ്ടു. പെട്ടെന്ന് ആദ്യത്തെ ഒരു നോട്ടത്തിൽ സത്യം പറഞ്ഞാൽ ആദർശിന് മനസ്സിലായില്ല അത് നാഗേന്ദ്രനാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല കേട്ടോ. പിന്നീടാണ് അവൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴത്തേക്കും അത് നാഗേന്ദ്രനാണ്. അഭിയുടെയും അവന്തികയുടെയും അച്ഛൻ നാഗേന്ദ്രനാണെന്നുള്ള ആ ഒരു സത്യം അവന് കണ്ട് മനസ്സിലാക്കുകയാണ് കേട്ടോ ആദർശ്. അങ്ങനെ ആദർശ് ആ ഒരു സത്യം മനസ്സിലാക്കുകയാണ്. നാഗേന്ദ്രനാണ് അവന്തികയെ അനന്തപുരി തറവാട്ടിലേക്ക് വിട്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ആദർശ് മനസ്സിലാക്കുകയാണ്. പിന്നീട് ഇവർ തമ്മിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒളിച്ച് നിന്ന് ആദർശ് കേൾക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ ആദർശിനെ കാണുന്നില്ല കേട്ടോ. അങ്ങനെ ഇവരുടെ നിഗൂഢമായ ലക്ഷ്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ ആദർശിനെ ഈ ഒരു വിവരം മുത്തശ്ശനെ അറിയിക്കണം. അതുകൊണ്ട് തന്നെ ആദർശ് അവിടെ അധിക നേരമൊന്നും നിന്നില്ല. ഇവരുടെ മൊത്തം സംസാരമൊന്നും കേൾക്കുന്നതായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ആദർശ് കാർ എടുത്ത് പെട്ടെന്ന് തന്നെ അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് നയന ഉടനെ തന്നെ ആദർശിനെ കണ്ടതും ആദർശേട്ടാ ഈ സമയത്ത് എന്താ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ, എന്താണ് ഇനി വല്ല ഫയൽ വല്ലതും എടുക്കാൻ മറന്നിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുണ്ട്. അതൊന്നുമില്ല മുത്തശ്ശൻ എന്താ, എനിക്ക് മുത്തശ്ശൻ അത്യാവശ്യമായിട്ടൊന്ന് കാണണം, ഞാൻ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പിന്നെ നയന പറയുന്നുണ്ട്, അത് പിന്നെ മുത്തശ്ശനെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണെന്ന് പറയാണ്. അയ്യോ എനിക്ക് ആ മുത്തശ്ശനെ കണ്ടിട്ട് അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ടല്ലോ എന്നിങ്ങനെ പറയാനുണ്ട്. അങ്ങനെ നയന തിരക്കാണ്, എന്താ ആദർശേട്ടൻ എന്ത് പറ്റി? ആദർശേട്ടൻ്റെ സംസാരം കേട്ടിട്ട് ഭയങ്കര ടെൻഷനിലാണെന്ന് തോന്നുന്നു, കാര്യം എന്താണെന്ന് എന്നോട് പറയാണ്. അങ്ങനെ നയനയോട് പറയാൻ കേട്ടോ, എടി നമ്മളൊന്നും വിചാരിച്ച പോലെയുള്ള ആളല്ല അവന്തിക അവളുടെ ചേട്ടനെയും അമ്മേനെയും പോലെയൊക്കെ തന്നെയാണ്. അവളെ വിശ്വസിച്ച നമ്മൾ ഓരോരുത്തരും മണ്ടികളും മണ്ടന്മാരുമായി പോയല്ലോ നയനേന്ന് ഇങ്ങനെ പറയാൻ കേട്ടോ. പക്ഷേ നയനക്കാണെങ്കിൽ ആദർശ് പറയുന്നത് കേട്ടിട്ടും അവന്തിക അങ്ങനെ ഒരു രീതിയിലാണ് ആ കുട്ടീനെ ഇങ്ങനെ വിശ്വസിക്കാനായിട്ട് അവൾക്ക് ആവുന്നില്ല. അങ്ങനെ ആദർശ് മൊബൈലിൽ അവർ ബീച്ചിൽ വെച്ച് നാഗേന്ദ്രനും അവന്തികയും തമ്മിൽ സംസാരിച്ച ആ ഒരു രംഗം മുത്തശ്ശനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ ഷൂട്ട് ചെയ്തിരുന്നു. അത് നയനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ശരിക്കും ആദർശ് പറയുന്നതിലൊരു സത്യം ഉണ്ടെന്ന് തന്നെ നയനയ്ക്ക് വിശ്വാസമായത്. കാരണം അവൾ അത്രയ്ക്ക് അവന്തിക്ക് വിശ്വസിച്ച് പോയിരുന്നു കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, അപ്പോൾ ഇവളും ഇവിടെ ചേട്ടനെയും അമ്മേനെയൊക്കെ പോലെ തന്നെയാണല്ലേ, എത്ര നാടകീയമായിട്ടാണ് അവൾ നമ്മളെ എല്ലാവരെയും പറ്റിച്ചതെന്നൊക്കെ നയന ആദർശിനോട് പറയാൻ കേട്ടോ. അതെ എനിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. സത്യം പറഞ്ഞാൽ അമ്മാവനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് കുറേ വർഷങ്ങളായി മുത്തശ്ശൻ. എന്തായാലും അയാൾ തന്നെയാണ് ഈ നമ്മുടെ അനന്തപുരി തറവാടിന് വേണ്ടിയിട്ട് എതിരായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ വിശ്വസിച്ചില്ല. എന്തായാലും ഈ ഒരു വിവരം മുത്തശ്ശനെ എത്രയും പെട്ടെന്ന് അറിയിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ മുത്തശ്ശിയും കൂടെ കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ ആദർശ് നീ എന്താ ഈ സമയത്ത് ഇവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എനിക്ക് മുത്തശ്ശനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് എല്ലാ കാര്യങ്ങളും മുത്തശ്ശനോട് ഷെയർ ചെയ്യാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്ക് ആദ്യം തന്നെ സംശയം ഉണ്ടായിരുന്നു, അവന്തിക അങ്ങനെ എളുപ്പത്തിലൊന്നും മാറാൻ പോകുന്നില്ല. പണ്ടത്തെ അവളുടെ ആ ഒരു സ്വഭാവം, അവൾ കുറച്ച് നാൾ പുറത്തു പോയി ജീവിച്ചിട്ട് വന്നെന്ന് പറഞ്ഞ് മാറിയല്ലോ എന്നൊന്നും ഞാൻ അത്രയ്ക്ക് വിചാരിച്ചിരുന്നില്ല. എൻ്റെ സംശയം എന്തായാലും വെറുതെ ആയില്ല. അവൾ അവിടെ അമ്മയുടെ സ്വഭാവം പോലെ തന്നെയാണെന്ന് അവൾ തെളിയിച്ചിരിക്കുകയാണ്. എന്നാലും ആദർശ് മോനെ, ഈ ഒരു കാര്യം നമ്മളിത് അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം അവന്തിക ഒരിക്കലും അറിയണ്ട. ഇത് ഇങ്ങനെ തന്നെ തുടർന്നു കൊണ്ട് പോവട്ടെ. എന്തായാലും
ഇപ്പോൾ AN ഗ്രൂപ്പിൻ്റെ പുറകിൽ ആരാണെന്നുള്ളത് സത്യം ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് കളികൾ ഇനി നമ്മുടെ കോട്ടയിൽ തന്നെയാണ്. ഇനി എങ്ങനെ കളിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് ആദർശിനോട് മുത്തശ്ശൻ പറയാൻ കേട്ടോ. അവന്തിക നേരെ ബീച്ചിൽ നിന്ന് നേരെ അനന്തപുരി തറവാടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശിനെ കണ്ട അവന്തികയും ചോദിക്കുകയാണ്, ആദർശേട്ടൻ ഓഫീസിൽ നിന്ന് ഇങ്ങ് പോന്നോന്നിങ്ങനെ ചോദിക്കുകയാണ്. ആദർശാണെങ്കിലോ ഒന്നും അറിയാത്ത മട്ടിൽ എനിക്ക് പെട്ടെന്ന് നയനെ ഒന്ന് കാണണമെന്ന് തോന്നി, അവൾക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ്, പിന്നെ ഒരു ഫയലും കൂടി എടുക്കാനുണ്ടായിരുന്നു, അതും കൂടി എടുത്തോട്ട് ഓഫീസിലോട്ട് പോകാമെന്ന് വെച്ചു എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയാൻ കേട്ടോ. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, കാര്യം മനസ്സിലായി, ഫ്രൂട്ട്സൊക്കെ കൊടുക്കാനായിട്ട് ഭാര്യനെ ഒന്ന് കാണാനായിട്ട് വന്നതാണ്, ഫയലിൻ്റെ പേരൊന്നും പറയണ്ടെന്നൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ കേട്ടോ. ആദർശാണെങ്കിൽ നാഗേന്ദ്രനുമായിട്ട് മീറ്റ് ചെയ്ത കാര്യത്തെപ്പറ്റി ഒന്നും തന്നെ ചോദിക്കുന്നില്ല. അവളോട് മുമ്പത്തെ പോലെ എങ്ങനെയാണ് പെരുമാറിയത് ആ രീതിയിൽ തന്നെ സംസാരിക്കാൻ കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് ഇറങ്ങാണ്. അവന്തിക അപ്പോഴും മനസ്സിലിങ്ങനെ പറയാണ്, ഞാൻ ഇവിടുത്തെ എല്ലാം അതായത് അനന്തപുരി തറവാടിനെ എങ്ങനെയെങ്കിലും ഞാൻ തകർത്തിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്. അവിടെ അച്ഛൻ ഓതി കൊടുത്ത കുറേ കാര്യങ്ങളൊക്കെ അവളിങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ പെട്ടെന്ന് അവന്തിക ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ അവളുടെ അച്ഛൻ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് അവളിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. മനസ്സ് നിറയെ അവളുടെ ചേട്ടൻ്റെ അമ്മയുടെ ആ ഒരു ദുഷ്ടബുദ്ധി തന്നെയാണ് ഇവൾക്കും എന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ അവളെ നോക്കി ഇങ്ങനെ നിൽക്കാനുണ്ടോ. പെട്ടെന്ന് തന്നെ അവന്തിക്കാണെങ്കിൽ മുത്തശ്ശ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തോട്ട് ചെന്ന് ഓടിച്ചെന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ. മുത്തശ്ശനാണപ്പോൾ അവരോടൊന്നും തന്നെ ചോദിക്കാതെ പഴയ പോലെ തന്നെ അവന്തിക മോളിപ്പോൾ പുറത്ത് പോയിട്ട് വന്നതല്ലേ ഉള്ളൂ, എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലും കുടിക്കുക ഞാൻ ദേവയാനിയോട് പറയാമെന്നിങ്ങനെ പറയാൻ കേട്ടോ. വേണ്ട ഞാൻ അത് തന്നെ അടുക്കളയിൽ പോയി ഞാൻ തന്നെ തയ്യാറാക്കി കുടിച്ചോളാം മുത്തശ്ശ എന്ന് പറഞ്ഞ് അവൾ അടുക്കളയിലോട്ട് പോകും.